പത്തനംതിട്ട റാന്നിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊന്ന സംഭവത്തിൽ പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതികളായ അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ, അക്സം എന്നിവരെ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. റാന്നി ബെവറേജസിന് സമീപമുണ്ടായ സംഘർഷത്തെ തുടർന്ന് മന്ദമരുതിയിൽ വച്ചാണ് ചേതോങ്കര സ്വദേശി അമ്പാടി സുരേഷിനെ കാറിടിപ്പിച്ച് കൊന്നത്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, റാന്നിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊന്ന സംഭവത്തിൽ പ്രതികളുടെ തെളിവെടുപ്പ് പൂർത്തിയായോ? കേസിലെ 4 പ്രതികളിൽ ആദ്യ 3 പ്രതികളായ അരവിന്ദ്, അജോ, ശ്രീകുട്ടൻ എന്നിവരെയാണ് ഇന്ന് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഈ 3 പ്രതികളാണ്. ഈ 3 പ്രതികളെ സംഭവ സ്ഥലങ്ങളായിട്ടുള്ള മന്ദമരുതിയിലും റാന്നി ബിവറേജ് ഔട്ട്ലെറ്റിന് മുൻഭാഗത്തും എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി. 4ാം പ്രതി കേസിൽ നേരിട്ട് ഉൾപ്പെട്ടിട്ടില്ല. ഇയാളാണ് സംഘർഷത്തിന് ആളുകളെയെല്ലാം പ്രകോപിച്ചിറക്കുകയും സംഘർഷം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. ഇയാളെ ഈ സ്ഥലങ്ങളിലേക്ക് ഇന്ന് എത്തിച്ചേരുന്നില്ല. മറ്റ് 3 പേരെ സംഭവ സ്ഥലങ്ങളിൽ കൊലപാതകം നടന്ന മന്ദമരുതിയിൽ അടക്കം എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏകദേശം 7 മിനിറ്റോളം മന്ദമരുതിയിൽ മാത്രം തെളിവെടുപ്പ് നടത്തി. പ്ലാച്ചേരി ഭാഗത്തു നിന്നുമാണ് പ്രതികൾ ഈ ഭാഗത്തേക്ക് എത്തിയത്. അമ്പാടി സുരേഷിനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം വാഹനം ദേഹത്തുകൂടി കയറ്റിയിറക്കി നിർത്താതെ പോവുകയായിരുന്നു. ദാരുണമായിട്ടുള്ള കൊലപാതകമാണ് നടന്നത്. പ്രതികൾ ഇതെല്ലാം പോലീസിനോട് ഈ സംഭവ സ്ഥലത്ത് വെച്ച് വിവരിച്ചിട്ടുണ്ട്. 7 മിനിറ്റ് നീണ്ടുനിന്ന ആദ്യഘട്ട തെളിവെടുപ്പിന് ശേഷമാണ് പ്രതികളെ തർക്കം നടന്ന ബിവറേജസ് കോർപ്പറേഷന് മുന്നിലേക്ക് കൊണ്ടുപോയത്. അവിടെയും തെളിവെടുപ്പ് നടത്തി. ഈ പ്രതികളെ ഇവിടേക്ക് എത്തിക്കുന്നത് അറിഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ പ്രദേശത്ത് തടിച്ചുകൂടുകയും ചെയ്തിരുന്നു. കനത്ത സുരക്ഷ ഒരുക്കിയാണ് പ്രതികളെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബിവറേജസ് കോർപ്പറേഷന് മുൻപിലുണ്ടായ സംഘർഷം. ആ സംഘർഷത്തിന്റെ തുടർച്ചയെന്നോണം മന്ദമരുതിയിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു, പോർവിളികൾ ഉണ്ടാകുന്നു, വെല്ലുവിളികൾ ഉണ്ടാകുന്നു. 2 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് കൊല്ലപ്പെട്ട അമ്പാടി സുരേഷിന്റെ ഒരു സംഘം ആളുകളും ഈ പ്രതികളടങ്ങുന്ന മറ്റൊരു സംഘവും ചേർന്നായിരുന്നു വെല്ലുവിളികളും പോർവിളികളും ഒക്കെ ആദ്യം മിനിഞ്ഞാന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ റാന്നി ബിവറേജസ് കോർപ്പറേഷന്റെ സമീപത്ത് ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ കൊല്ലപ്പെട്ട അമ്പാടി സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളെ അമ്പാടി സുരേഷിന്റെ കൂട്ടർ വിളിച്ചു വരുത്തി രാത്രി 8 മണിയോടെ മന്ദമരുതി എന്ന സ്ഥലത്ത് വെച്ച് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. റോഡരികിൽ നിൽക്കുകയായിരുന്ന അമ്പാടി സുരേഷിനെ ഈ 3 പ്രതികളടങ്ങുന്ന സംഘം കാറിലെത്തി ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. മുഖ്യപ്രതി അരവിന്ദാണ് കാർ ഓടിച്ചിരുന്നത്. അരവിന്ദ് ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുമാണ്. നേരത്തെ മുൻവൈരാഗ്യങ്ങളോ വാക്കുതർക്കങ്ങളോ ഒന്നും ഈ 2 സംഘങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നാണ് റാന്നി പോലീസ് ഇന്നലെ അറിയിച്ചത്. ഇന്ന് റാന്നി ബിവറേജസ് കോർപ്പറേഷന്റെ മുൻപിലുണ്ടായ ആ സംഘർഷത്തിന്റെ തുടർച്ച മാത്രമാണ് കൊലപാതകം എന്നാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത്. മറ്റ് മുൻവൈരാഗ്യങ്ങളൊന്നും ഈ 2 ഗ്യാങ്ങുകൾ തമ്മിൽ ഇല്ലായിരുന്നു എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് പ്രതികളായിട്ടുള്ളത്. അക്സം കലീമാണ് 4ാം പ്രതി. 3 പ്രതികളെ തെളിവെടുപ്പ് നടത്തുന്ന സ്ഥലത്തെത്തിച്ചു. അക്സം കലീം ഈ ഒരു സംഘർഷത്തിനൊക്കെ കോപ്പുകൂട്ടിയ ആളാണ്. ആളുകളെയെല്ലാം പ്രകോപിച്ച് ഇറക്കിയ ആളാണ്. സംഘർഷം നേതൃത്വം നൽകിയ ആളെന്ന നിലയിലാണ് 4ാം പ്രതിയായി അക്സം കലീമിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.